നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യൂസഫ് അലി എന്ന് പറയുന്ന ആ മനുഷ്യൻ പലർക്കും ദൈവമായി അവതരിക്കാറുണ്ട്. പലയിടത്തും പല ഘട്ടത്തിലും പല നിർണായക നിമിഷത്തിലും യൂസഫ് അലി എന്നത് ദൈവം പറഞ്ഞയച്ച അല്ലെങ്കിൽ ദൈവം നേരിട്ടിറങ്ങി വന്നതാണ് എന്ന് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുമുണ്ട്. ഇത് അതേ ഒരു സംഭവം പോലെ നെയ്യാറ്റിൻകരയിലും വെൺപകലിലെ ഒരു വയസ്സുകാരിയും ദൈവമായി, ആ ഒരു വയസ്സുകാരുടെ അമ്മയും ദൈവമായി കാണുന്നത് ലുലു ഗ്രൂപ്പ് ചെയർമാനെ തന്നെയാണല്ലേ? അതുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്ക് നോക്കാം. നെയ്യാറ്റിൻകര വെൺപകലിലെ ഒരു വയസ്സുകാരിക്ക് ചികിത്സാ സഹായവുമായി ലുലു ഗ്രൂപ്പ്. കരയുമ്പോൾ കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്ന രോഗത്തോട് മല്ലിടുകയാണ് അദ്വൈതയ്ക്ക് ശസ്ത്രക്രിയയ്ക്കായി 10 ലക്ഷം രൂപ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി നൽകി. കുഞ്ഞിന്റെ രോഗാവസ്ഥയും ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഭാരിച്ച പണവും കണ്ടെത്താനാകാതെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് യൂസഫ് അലിയുടെ ഇടപെടൽ ഉണ്ടായത്. യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ജോയ് ഷഡാനന്ദൻ കുഞ്ഞിന്റെ വീട്ടിലെത്തി മാതാപിതാക്കൾക്ക് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. പബ്ലിക് റിലേഷൻസ് മാനേജർ സൂരജ് അനന്തകൃഷ്ണൻ, മീഡിയ കോർഡിനേറ്റർ M. അൽ അമീൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ പ്രവാസിയാണ് യൂസഫ് അലി, അതുകൊണ്ടാണ് നമ്മൾ പ്രവാസിയിൽ ഈ വാർത്ത എടുത്തത്. പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും പ്രവാസിയിൽ എന്തിനാ വെൺപകലിലെ വാർത്ത എന്നൊരു സംശയം ന്യായമാണ്. പക്ഷേ യൂസഫ് അലി പ്രവാസികളുടെ എല്ലാം വളരെ പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ്. അതായത് അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. വളരെ ചെറിയ വാർത്തയാണെങ്കിൽ പോലും, വളരെ ചെറിയ വാർത്തയല്ല ശരിക്കും, പക്ഷെ ഇങ്ങ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു വാർത്ത അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അത് കരയുമ്പോൾ സാധാരണ കണ്ണീരാണ് വരുന്നത്, കണ്ണീരല്ല, കണ്ണ് തന്നെ അടർന്നു വീഴുന്ന ഒരു രോഗമാണ്. എന്തായാലും 30 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി വേണ്ടത്. അതിൽ 10 ലക്ഷം രൂപ യൂസഫ് അലി നൽകിയിരിക്കുന്നു. ഇനി 20 ലക്ഷം രൂപ കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റ് പ്രവാസികൾക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക. മറ്റു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. ഒക്ടോബർ 24-ന് മസ്കറ്റ് സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ കേരള വിഭാഗം ഈ വരുന്ന ഒക്ടോബർ 23, 24, 25 തീയതികളിലായി സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ICF കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പരിപാടിയുടെ ഭാഗമായി ഒമാനിലെ പൊതുസമൂഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആലോചനാ യോഗം ഒക്ടോബർ 18-ന് റൂവിലെ ഗോൾഡൻ തുലിപ്പിൽ ഹോട്ടലിൽ വെച്ചാണ് നടന്നത്. ICF സംഘാടക സമിതി ചെയർമാൻ വിൽസൺ ജോർജ് മുഖ്യമന്ത്രിയുടെ സന്ദർശന പരിപാടിയുടെ പ്രാധാന്യം വിശദീകരിച്ചു. മാധ്യമ സാമൂഹിക പ്രവർത്തകനും പ്രവാസി ക്ഷേമനിധി ബോർഡ് മുൻ ചെയർമാനുമായ PT കുഞ്ഞമുഹമ്മദും പിണറായി വിജയനുമായി പല തലങ്ങളിൽ പ്രവർത്തിച്ച അനുഭവം പങ്കുവച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗം കൺവീനറും ICF സംഘാടക സമിതി കൺവീനറുമായ അജയൻ പൊയ്യാറ, അതുപോലെ തന്നെ ICF സംഘാടക സമിതി വൈസ് ചെയർമാൻ സുനിൽ കുമാർ KK, മലയാളം മിഷൻ ഒമാൻ ചെയർമാൻ ഡോക്ടർ J. രഞ്ജിത് കുമാർ, രത്നകുമാർ, ഒമാനിലെ വിവിധ സംഘടനാ നേതാക്കൾ, മാധ്യമപ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ തങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഒമാൻ സന്ദർശിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി ഒമാൻ പ്രവാസികളുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതായി യോഗത്തിൽ പങ്കെടുത്തവർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അമറാത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ICF അരങ്ങേറുന്നത്. ഒമാനിലെ പ്രമുഖ ഭക്ഷ്യോൽപ്പന്ന ഉൽപാദന വിതരണ കമ്പനിയായ ഷാഫി ഫുഡ്സ് ആൻഡ് സ്പൈസസ് ആണ് പരിപാടിയുടെ മുഖ്യ പ്രായോജകർ. മനുഷ്യത്വമുള്ളവരായിരിക്കും, സമാധാനം പുലരട്ടെ എന്ന സന്ദേശത്തിൽ ഊന്നിക്കൊണ്ടാണ് ഈ വർഷത്തെ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യൻ അംബാസിഡർ, ഇന്ത്യൻ നിന്നും ഒമാനിൽ നിന്നുമുള്ള കലാ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലെ മറ്റ് പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവർ മുഖ്യമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ വൈവിധ്യത്തെയും കലാ സാംസ്കാരിക പാരമ്പര്യത്തെയും ഉൾക്കൊള്ളുന്ന ഈ സംഗമത്തിൽ ഇന്ത്യയിലെ വിവിധ കലാരൂപങ്ങൾക്കൊപ്പം ഒമാനിലെ തനത് കലാരൂപങ്ങളും അരങ്ങേറും. ഇതോടനുബന്ധിച്ച് ഒമാനിലെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളുടെ ശാസ്ത്ര അഭിരുചിയെ പ്രോത്സാഹിപ്പിക്കുന്ന ശാസ്ത്ര പ്രദർശന മത്സരവും ഉണ്ടായിരിക്കും. ഇന്ത്യൻ സ്കൂളുകൾക്ക് പുറമെ ഇന്റർനാഷണൽ സ്കൂളുകളും പങ്കെടുക്കുന്ന ശാസ്ത്ര പ്രദർശന മത്സരത്തിലെ വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും 26 വർഷങ്ങൾക്ക് ശേഷം ഒരു കേരള മുഖ്യമന്ത്രി ഒമാനിലേക്ക് എത്തുന്നു. അത് അത്ര ചെറുതായി തന്നെ കാണാൻ ആളുകൾ തയ്യാറല്ല. രാഷ്ട്രീയ ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തുചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഗ്ദാനങ്ങൾ 2017 നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രവാസ സംഘം, ഒരു ഗ്രൂപ്പ് തന്നെ വിട്ടു നിൽക്കുകയായിരുന്നു മുമ്പ് ബഹ്റൈനിൽ മുഖ്യമന്ത്രി എത്തിയപ്പോൾ. എന്തായാലും ഒമാനിലെത്തുമ്പോൾ എന്തായിരിക്കാം പ്രവാസികളുടെ ഒരു നിലപാട് നമുക്ക് കണ്ടറിയാം. ദുബായിൽ നവംബർ 1 മുതൽ ഡെലിവറി റൈഡർമാർക്ക് അതിവേഗ പാതകളിൽ നിയന്ത്രണം വരുന്നു. 5 അതിലധികമോ ലൈനുകളുള്ള റോഡുകളിൽ ഇടതുവശത്തുള്ള 2 ലൈനുകളും 3-4 ലൈനുകളുള്ള റോഡുകളിൽ ഏറ്റവും ഇടത് ലൈനും ഡെലിവറി ബൈക്കുകൾക്ക് നിരോധിക്കപ്പെടും. 2 ലൈനുകളുള്ള റോഡുകളിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഏത് ലൈനും ഉപയോഗിക്കാം. ട്രാഫിക് അപകടങ്ങൾ വർദ്ധിക്കുന്നതിനാലും റൈഡർമാരുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലവുമാണ് ഈ നടപടി.
ദുബായ് പോലീസ് ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് ഡെലിവറി റൈഡർമാർക്കെതിരെ വലിയ തോതിലുള്ള പിഴകൾ ഈടാക്കുന്നുണ്ട്. ഇതുവരെ ദുബായിൽ അതിവേഗ പാതകൾ ഡെലിവറി റൈഡർമാർക്ക് നിരോധിച്ചിരുന്നില്ല. എന്നാൽ പുതിയ നിയമം നിലവിൽ വരുന്നതോടെ ഈ നിരോധനം കൂടുതൽ കർശനമാകും. ദുബായിൽ നിന്നുള്ള 2021 നിയമപ്രകാരം അതിവേഗ പാതകൾ ഡെലിവറി റൈഡർമാർക്ക് നിരോധിച്ചിട്ടുണ്ട്. അബുദാബിയിലും അജ്മാനിലും സമാനമായ നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. ദുബായ് പോലീസ് ഓപ്പറേഷൻസ് അഫയേഴ്സ് അസിസ്റ്റന്റ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സെയ്ഫ് മുഹൈർ അൽ മസ്രൂയുമായി പറയുന്നതനുസരിച്ച് അതിവേഗ പാതകളിലെ അശ്രദ്ധമായതും നിയമവിരുദ്ധവുമായ ഡ്രൈവിംഗ് കാരണം ഡെലിവറി മോട്ടോർ സൈക്കിളുകൾ ഉൾപ്പെടെ ട്രാഫിക് അപകടങ്ങളിൽ ആശങ്കാജനകമായ വർധനവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 854 ട്രാഫിക് അപകടങ്ങളും 2025 962 അപകടങ്ങളും ഡെലിവറി റൈഡർമാരുടെ നിയമലംഘനങ്ങൾ കാരണം മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുബായ് പോലീസ് കഴിഞ്ഞ വർഷം ഡെലിവറി മോട്ടോർ സൈക്കിൾ റൈഡർമാർക്കെതിരെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തതിന് 70,166 ലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ഈ വർഷത്തെ ആദ്യ 9 മാസത്തിനിടെ ഈ സംഖ്യ 78,386 ലംഘനങ്ങളായി ഉയർന്നു. ഇത് ചില റൈഡർമാർക്കിടയിൽ സുരക്ഷിതമല്ലാത്ത ഡ്രൈവിംഗ് രീതികൾ നിലനിൽക്കുന്നതായി കാണുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം ഇങ്ങനെ വന്നിട്ടുള്ളത്. സമ്മർദ്ദങ്ങളുടെ ലോകത്ത് പ്രായപരിധി എടുത്തു കളഞ്ഞിരിക്കുകയാണ് രക്തസമ്മർദ്ദം. അതത്ര നല്ല വാർത്തയല്ല. പ്രായപരിധി നോക്കാതെ ആരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നേടിയതായി രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഉയർന്ന രക്തസമ്മർദ്ദം മുതിർന്നവരിൽ മാത്രമല്ല കുട്ടികളെയും ബാധിക്കുമെന്ന ഡോക്ടർമാരുടെ മുന്നറിയിപ്പ് വരുന്നു. നിശബ്ദ രോഗം എന്നറിയപ്പെടുന്ന രക്തസമ്മർദ്ദം കുട്ടികളിൽ ഹൃദ്രോഗം ഉൾപ്പെടെ വിവിധ രോഗങ്ങൾക്ക് കാരണമാകും. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്തതിനാൽ രോഗം തിരിച്ചറിയുന്നതിന് കാലതാമസം വരുന്നതായും ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നു. കുട്ടികളിൽ രക്തസമ്മർദ്ദം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്താനുള്ള പരിശോധനകൾ മാത്രമാണ് പോംവഴി. ചെറിയ കുട്ടിയായതുകൊണ്ട് പരിശോധിക്കേണ്ടതില്ല എന്ന നിലപാട് മാറ്റണം. രക്തസമ്മർദ്ദം കണ്ടെത്തിയാൽ ചികിത്സ തുടങ്ങണമെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രവാസികളായിട്ടുള്ള കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതാണ്. എപ്പോഴും അവർ പുറത്ത് കളിക്കാൻ പോകാതെയൊക്കെ തന്നെ വീടുകളിൽ തന്നെ ആയിരിക്കും. അവർ എപ്പോഴും ഫോണുകളിൽ അഡിക്റ്റ് ആയിരിക്കും. ഒപ്പം അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഒരുപാട് കഴിക്കാൻ ശ്രമിക്കും. ഇതൊക്കെ തന്നെയാണ് രക്തസമ്മർദ്ദം പ്രധാനമായും ഉണ്ടാകാനുള്ള കാരണം. ഇപ്പോൾ അച്ഛനും അമ്മയും പ്രവാസികളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ജോലി ഉണ്ടാവുക. ഇവിടുത്തെ പോലെ 8 മണിക്കൂറല്ലല്ലോ, 12 മണിക്കൂറും 13 മണിക്കൂറും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു ഫാമിലി ടൈം, ഒരു അച്ഛനും അമ്മയുടെ പാരന്റിങ് കൃത്യമായി കിട്ടാതെ വരിക, വീട്ടിൽ കൃത്യമായി സംസാരിക്കാതെ വരിക ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആ കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട്. ശാരീരിക വ്യായാമ അഭാവം രക്തസമ്മർദ്ദം കൂട്ടും. കുട്ടിക്കാലത്തും കൗമാരത്തിലും രക്തസമ്മർദ്ദ രീതി വ്യത്യാസപ്പെടാനിടയുണ്ട്. ചില കുട്ടികൾ മുതിരുമ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദം മറികടക്കുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഇത് നിലനിൽക്കാറുണ്ട്. കുട്ടികളിലെ ഉയർന്ന രക്തസമ്മർദ്ദ ചികിത്സയിൽ പ്രധാനം ജീവിതശൈലിയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ തന്നെയാണ്. കുട്ടികളിലെ അമിതഭാരം കുറയ്ക്കുകയും ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുകയുമാണ് വേണ്ടത്. ദൈനംദിന ജീവിതത്തിൽ വ്യായാമം ഉൾപ്പെടുത്തുകയും കുട്ടികളുടെ സ്ക്രീൻ സമയം കുറയ്ക്കാൻ പരിശീലിപ്പിക്കുകയും വേണം. കുട്ടികൾക്കിടയിൽ ഈ പുകവലി കൂടിയ സാഹചര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള പുകവലി ഒഴിവാക്കണം. ജീവിത ശൈലിയിലെ മാറ്റങ്ങൾ മാത്രം മതിയാകാത്ത സാഹചര്യത്തിൽ രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന മരുന്ന് നൽകേണ്ടി വരുമെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം ഉയർന്ന രക്തസമ്മർദ്ദം. ഹൃദ്രോഗം, പക്ഷാഘാതം, ദീർഘകാല ശാരീരിക സങ്കീർണതകൾ എന്നിവയ്ക്ക് കാരണമാകും. അത് ചിലപ്പോൾ കുട്ടികളിൽ ന്യൂറോളജിക്കൽ ന്യൂനതകളാണ് സൃഷ്ടിക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, നാരങ്ങകൾ, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കുന്നത് കുട്ടികൾക്കും ഒപ്പം മുതിർന്നവർക്കും നല്ലതാണ്. അതായത് നാര് അടങ്ങിയവയൊക്കെ തന്നെ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കൂട്ടുകയും ഉപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കുകയും വേണം. പാക്കറ്റ് ഫുഡ് എപ്പോഴും നമുക്ക് ഉപ്പ് ഒരുപാട് അടങ്ങുന്നതായി നമുക്ക് തോന്നാറുണ്ട്. അത് കഴിയുന്നതും ആരും ഒഴിവാക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഫാസ്റ്റ് ഫുഡിലും സോഫ്റ്റ് ഡ്രിങ്കുകളിലും കൊഴുപ്പുകളുടെയും കളറുകളുടെയും അളവ് കൂടുതലായതിനാൽ തന്നെ ഒഴിവാക്കുന്നതാണ് ഉചിതം. അമിതഭാരവും തുടർച്ചയായ തലവേദന, തലകറക്കം, മൂക്കിൽ നിന്ന് രക്തസ്രവം വരിക, ഛർദി, നെഞ്ചുവേദന, ശ്വാസതടസ്സം, ഗ്രഹണശേഷിയിലോ ഓർമ്മയിലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവ കുട്ടികൾക്ക് സ്ഥിരമായി രക്തസമ്മർദ്ദ തോത് പരിശോധിക്കാൻ വലിയ കാരണമായി മാറാറുണ്ട്. സാധാരണ ഭാരമുള്ള കുട്ടികളിൽ 2% താഴെ പേർക്ക് മാത്രമേ ഉയർന്ന രക്തസമ്മർദ്ദം അനുഭവപ്പെടുന്നുള്ളൂ എന്നാണ് രാജ്യാന്തര പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അമിതഭാരമുള്ള കുട്ടികളിൽ 5%വും രോഗാതുരമായ അമിതഭാരം അനുഭവിക്കുന്ന കുട്ടികളിൽ 15%വും രക്തസമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ടത്, ഇപ്പോൾ വീണ്ടും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും പ്രവാസികളുടെ ഈ വാർത്തയിൽ എന്തിനാണ് ഇത് ഉൾപ്പെടുത്തുന്നത്. നമ്മൾ ഒരുപാട് തവണ പ്രവാസികൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രവാസികൾ അവരുടെ ശരീരം നോക്കാത്തതുകൊണ്ട് ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രവാസികളുടെ മക്കൾ അനുഭവിക്കുന്ന, ഇതിപ്പോൾ പ്രവാസികളുടെ മക്കൾ മാത്രമല്ല, ഇവിടെ നാട്ടിലായിരുന്നാലും അമിതഭാരം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഡോക്ടർമാർ നൽകുന്നത്.
തൊഴിൽ നിയമം ലംഘിച്ചതിന് 10 റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി സൗദി. മൊത്തം 37 സ്ഥാപനങ്ങളിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ഗുരുതര വീഴ്ച വരുത്തിയ 10 സ്ഥാപനങ്ങൾ തൽക്ഷണം അടച്ചുപൂട്ടിയപ്പോൾ 27 സ്ഥാപനങ്ങൾക്ക് ക്രമക്കേടുകൾ പരിഹരിക്കാൻ സമയം നൽകി. ലേബർ സേവനങ്ങളിൽ കമ്പനികൾ ഗുരുതര വീഴ്ച വരുത്തി. സേവനം മുടങ്ങിയവർക്ക് പണം തിരികെ നൽകണമെന്ന വ്യവസ്ഥയും കമ്പനികൾ പാലിച്ചില്ല. സേവനം ഉപയോഗിച്ചവരുടെ പരാതികൾ പരിഹരിക്കാനും സ്ഥാപനങ്ങൾ തയ്യാറായിട്ടില്ല എന്നും കണ്ടെത്തി. ലേബർ സേവനങ്ങൾ ആവശ്യമുള്ളവർ സർക്കാരിന്റെ ഔദ്യോഗിക കേന്ദ്രമായ മുസാനദ് ഉപയോഗിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചു. നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ 92002866 എന്ന നമ്പറിലോ മുസാനദ് ആപ്ലിക്കേഷനിലൂടെയോ അറിയിക്കാം. വാഹനങ്ങൾക്കുള്ളിലെ കാർബൺ മോണോക്സൈഡ് വിഷബാധയുടെ അപകടങ്ങളെക്കുറിച്ച് ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുന്നതിനായി സുരക്ഷാ അവബോധ ക്യാമ്പയിൻ ആരംഭിച്ച ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. പ്രത്യേകിച്ചും ഡ്രൈവർമാരായിട്ടുള്ളവർക്കാണ് ഇത് പ്രത്യേകം അറിയേണ്ടത്. നിരവധി പ്രവാസികൾ അല്ലെങ്കിൽ നിരവധി മലയാളികൾ അവിടെ ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നുണ്ട്. അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അപകടങ്ങൾ ഒഴിവാക്കാനും സുരക്ഷിതരാകാനും ഡ്രൈവർമാർക്കായി ആഭ്യന്തര മന്ത്രാലയം സുപ്രധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അടച്ചിട്ടതോ വായു സഞ്ചാരം കുറഞ്ഞതോ ആയ സ്ഥലങ്ങളിൽ ദീർഘനേരം എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കുന്നത് ഒഴിവാക്കുക. ചോർച്ചയോ തുരുമ്പോ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ എക്സോസ്റ്റ് സിസ്റ്റം പതിവായി പരിശോധിക്കുക. മയക്കം, തലവേദന, തലകറക്കം, മനം പുരട്ടൽ അല്ലെങ്കിൽ നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ജാഗ്രത പാലിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യുക തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. അടഞ്ഞ വായു സഞ്ചാരം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ശ്വസിക്കുമ്പോൾ ജീവന് ഹാനികരമായേക്കാവുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. നിറവും മണവും രുചിയുമില്ലാത്തതുമായ കാർബൺ മോണോക്സൈഡ് ഇന്ധനത്തിന്റെ അപൂർണമായ ജ്വലനം മൂലമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് കാർ എഞ്ചിൻ അടച്ചിട്ട സ്ഥലങ്ങളിൽ ദീർഘനേരം പ്രവർത്തിക്കുമ്പോഴാണ് ഇത് ഉണ്ടാകാറുള്ളത്. മുന്നറിയിപ്പിൽ നൽകിയ ഏതെങ്കിലും അസ്വസ്ഥതകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ശുദ്ധവായു ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ഉടൻ തന്നെ വിൻഡോ തുറന്നിടുക. ഒപ്പം അതുപോലെ തന്നെ വായു സഞ്ചാരം പരമാവധി അകത്തേക്ക് കടത്താനും ശ്രമിക്കുക. വാഹനത്തിൽ നിന്ന് പുറത്ത് കടത്താനും, അതായത് ഈ കാർബൺ മോണോക്സൈഡ് പുറത്തേക്ക് തള്ളാനും നിങ്ങൾ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. ഡ്രൈവർമാരോടാണ് പ്രത്യേകമായി മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൃത്യമായി തന്നെ നിർദ്ദേശം പാലിക്കുക. എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കും. നമ്മൾ കേട്ടിട്ടുള്ളതാണ്, കുട്ടികളെ വണ്ടിക്കകത്ത് ഇരുത്തിയിട്ട് പോകുമ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ മാതാപിതാക്കൾ കാണുന്നത് കുട്ടികളുടെ മരണമാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന, നേരത്തെ സൂചിപ്പിച്ചപ്പോൾ കാണാനോ ശ്വസിക്കാനോ രുചിക്കാനോ അറിയാത്ത ഇത്തരം വായുവാണ് നമ്മുടെ മരണത്തിന് പോലും കാരണമാക്കുന്നത്. ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല. താമസവിലാസം പുതുക്കാത്തവർക്ക് മുന്നറിയിപ്പുമായി കുവൈറ്റ്. താമസവിലാസം 1 മാസത്തിനകം പുതുക്കാൻ 546 വ്യക്തികളോട് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ആവശ്യപ്പെട്ടു. പാസി മുഖേന നേരിട്ടോ അല്ലെങ്കിൽ സർക്കാർ ആപ്ലിക്കേഷനായ സഹേൽ വഴിയോ വിലാസം പുതുക്കാം. വിലാസം നീക്കം ചെയ്ത വ്യക്തികളുടെ പേരുകൾ പാസി ഔദ്യോഗിക ഗസറ്റായ കുവൈറ്റ് അൽ-യൗമിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉടമകളുടെ അഭ്യർത്ഥന പ്രകാരമോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയതിനാലോ ആണ് ഇവരുടെ വിലാസങ്ങൾ സിവിൽ ഇൻഫർമേഷൻ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തതെന്ന് അതോറിറ്റി അറിയിച്ചു. നിർദ്ദേശം പാലിക്കാത്തവർക്ക് പിഴ ലഭിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ഓരോ വ്യക്തിക്കും 100 കുവൈറ്റ് ദിനാറാണ് പിഴ. വിലാസം പുതുക്കാത്ത വ്യക്തികളുടെ എണ്ണം അനുസരിച്ച് പിഴത്തുക വർദ്ധിക്കും. ബന്ധപ്പെട്ട എല്ലാവരും സമയപരിധിക്കുള്ളിൽ വിലാസം അപ്ഡേറ്റ് ചെയ്ത് നിയമ നടപടികൾ ഒഴിവാക്കണമെന്ന് അതോറിറ്റി അഭ്യർത്ഥിച്ചു. അറബിക്കടലിന് തെക്ക് കിഴക്കായി ന്യൂനമർദ്ദം രൂപപ്പെടുന്നുണ്ട് എന്ന് നാഷണൽ മൾട്ടി ഹസാർഡ് വാർണിംഗ് സെന്റർ മുന്നറിയിപ്പ് നൽകി. മധ്യഭാഗത്ത് മണിക്കൂറിൽ 31 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഒമാനിൽ പ്രത്യാഘാതം ഉണ്ടാകാതെ കാറ്റ് വടക്ക് പടിഞ്ഞാറോട് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ചില മേഖലകളിൽ ഉയർന്നതും ഇടത്തരവുമായ മേഘങ്ങൾ രൂപപ്പെടാനും സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. ശ്രദ്ധിക്കുക. കേരളത്തിലും അടുത്ത 5 ദിവസം ശക്തമായ മഴയാണ്. അറബിക്കടലിലെ ന്യൂനമർദ്ദം അതിന്റെ ലെവൽ ഉയർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്കും ഒക്കെ തന്നെ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. എന്തായാലും മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.